സഹോദരങ്ങളെ, ഗൗരവത്തിൽ പഠിക്കേണ്ട പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിന്റെ റബ്ബ് എന്ന് അംഗീകരിച്ചതിന് ശേഷം അല്ലാഹു അല്ലാത്തവർക്ക് നീ ഇബാദത്ത് നൽകിയാൽ നീ മുശ്രിക്കാൻ. നീ അല്ലാഹു റബ്ബാണ് എന്ന് പറഞ്ഞാൽ, അല്ലാഹുവാണ് നിന്നെ പടച്ചത്, അല്ലാഹുവാണ് നിന്റെ ഉടമസ്ഥൻ, അല്ലാഹുവാണ് നിന്നെ നിയന്ത്രിക്കുന്നത്, അല്ലാഹുവാണ് മഴ നൽകുന്നത്, അല്ലാഹുവാണ് ഉപജീവനം നൽകുന്നത്, ഇതൊക്കെ നീ അംഗീകരിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒരു ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ നീ മുശ്രിക്കായിത്തീരും, കാഫിറായിത്തീരും. ഇസ്ലാമിൽ മുൻപുള്ളവനായിരുന്നു എങ്കിൽ നീ മുർത്തദ്ദായിത്തീരുന്നതാണ്. ഏത് ഇബാദത്തും ഇത് വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട പാഠമാണ്. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? മക്കയിലെ മുശ്രിക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്തവർ, കുഫാറുകൾ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്നത് അംഗീകരിച്ചവരായിരുന്നു. വിശുദ്ധ ഖുർആൻ നീ എടുത്തു വായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്, ലയഖൂലുന്ന അല്ലാഹ്. ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയുക തന്നെ ചെയ്യും. എന്താണ് അവർ പറയുക? അല്ലാഹ്, അല്ലാഹുവാണ് പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഫഅന്നാ തുഫകൂൻ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വഴികേടിലേക്ക് എത്തിപ്പോകുന്നത്? ഇത് അംഗീകരിച്ചതിന് ശേഷം, അള്ളാഹുവാണ് ഇതിനെയെല്ലാം പടച്ചത് എന്നത് അംഗീകരിച്ചതിന് ശേഷം പിന്നെങ്ങനെയാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകുന്നത്? ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ അള്ളാഹുവാണ് ഞങ്ങളെ പടച്ചത് എന്ന് വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, ഉപജീവനം നൽകുന്നത് ഒക്കെ വിശ്വസിക്കുന്നുണ്ട്, പിന്നെ ഞങ്ങളെങ്ങനെ മുശ്രിക്കാവും? ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ട്, പിന്നെ ഞങ്ങളെങ്ങനെ മുശ്രിക്കാവും? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കു മാത്രമായി നൽകേണ്ട ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്തവർക്ക് നീ നൽകിയാൽ, അല്ലാഹു റബ്ബാണ് എന്ന് നീ അംഗീകരിച്ചാലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് 1000 തവണ നീ ഒരു ദിവസം ആവർത്തിച്ചാലും നീ ശിർക്കിലാണ്. ഈ വിശ്വാസവുമായി നീ മരിച്ചാൽ നീ മുശ്രിക്കായിട്ടാണ് മരിക്കുക, മുർത്തദ്ദായിട്ടാണ് മരിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞു, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ കയറിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം അവർ വിളിച്ചു പ്രാർത്ഥിക്കും, ഇഖ്ലാസോടുകൂടി. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. നാം അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ അവർ എന്ത് ചെയ്യും? യുശ്രികൂൻ, അവർ അല്ലാഹുവിൽ പങ്കുചേർക്കും. നോക്കൂ, അല്ലാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്നവൻ എങ്ങനെയാണ് അല്ലാഹുവിൽ പങ്കുചേർക്കുക? അവർ അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു, പക്ഷേ അല്ലാഹുവിനുള്ള ഇബാദത്തിൽ അവർ അല്ലാഹു അല്ലാത്തവരെ പങ്കുചേർക്കും. കടലിൽ പോയാൽ അവർ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും, കടലിൽ രക്ഷപ്പെട്ടാലോ അവർ അല്ലാഹുവിനോടൊപ്പം മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കും. അതാണ് പങ്കുചേർക്കുക എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വിശുദ്ധ ഖുർആനിലെ ആയത്ത് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ ബഹുഭൂരിപക്ഷവും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, അല്ലാഹുവിൽ പങ്കുചേർത്തുകൊണ്ടല്ലാതെ. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, മിൻ ഈമാനിഹിം ഇദാ ഖീല ലഹും മൻ ഖലഖസ് സമാവാതി വമൻ ഖലഖൽ അർദ് വമൻ ഖലഖൽ ജിബാൽ ഖാലു അല്ലാഹ്. അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതായിരുന്നു, ആരാണ് ആകാശത്തെ പടച്ചത്, ആരാണ് ഭൂമിയെ പടച്ചത്, ആരാണ് പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് എന്നവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. വഹും മുശ്രികൂന ബിഹി, എന്നാൽ അതോടൊപ്പം അവർ അല്ലാഹുവിൽ പങ്കുചേർത്തു. അല്ലേ സഹോദര, നീ ചിന്തിച്ചു നോക്കുക. കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഇതൊക്കെ അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ആത്മാർത്ഥമായ മനസ്സോടുകൂടി ചിന്തിക്കുക. നീ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എൻ്റെ രോഗം നീ മാറ്റിത്തരണമേ. എന്താണ് നീ ആ പറഞ്ഞ വാക്കിനെ കുറിച്ച് നീ പറയാറുള്ളത്? നീ എന്താ ചെയ്തത്? അല്ലാഹുവേ എൻ്റെ രോഗം നീ മാറ്റിത്തരണേ. എന്താ നീ ചെയ്തത്? നീ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മുഹൈദ്ദീൻ ഷെയ്ഖെ എൻ്റെ രോഗം മാറ്റിത്തരണമേ എന്നു പറഞ്ഞാൽ അതെങ്ങനെയാണ് പ്രാർത്ഥനയാകാതിരിക്കുന്നത്? അല്ലാഹുവിനോട് പറയുമ്പോൾ പ്രാർത്ഥനയാവുകയും മുഹൈദ്ദീൻ ഷെയ്ഖിനോട് തേടുമ്പോൾ അത് പ്രാർത്ഥനയാകാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? സഹോദര, പ്രിയപ്പെട്ട സുഹൃത്തെ, ഗൗരവത്തിൽ ചിന്തിക്കുക. ഇത് നിന്റെ സ്വർഗത്തെയും നരകത്തെയും വേർതിരിക്കുന്ന വിഷയമാണ്. നിന്റെ ഈമാനിനെയും കുഫ്റിനെയും വേർതിരിക്കുന്ന വിഷയമാണ്. തമാശയല്ല, തർക്കത്തിനുള്ള കാര്യമല്ല, അതല്ലെങ്കിൽ അഭിമാന പ്രശ്നമല്ല. ഇത് നമ്മുടെ പരലോകമാണ്, നമ്മുടെ ദീനാണ്, തൗഹീദും ശിർക്കുമാണ്. ഇതിൽ നിനക്ക് അബദ്ധം സംഭവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇമ്മൽ ജന്നതു അബദൻ, ഒന്നല്ലെങ്കിൽ കാലാകാലം സ്വർഗമുണ്ട്, വ ഇമ്മൻ നാറു അബദൻ, അതല്ലെങ്കിൽ കാലാകാലം നരകമുണ്ട്.
ചെറിയ കാര്യമല്ല, തമാശ പറയാനുള്ള കാര്യമല്ല, തർക്കിക്കാനുള്ള കാര്യമല്ല. ചിന്തിക്കുക, അല്ലാഹുവേ നീ എനിക്കെൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണമേ. നീ എന്താണ് ചെയ്തത്? പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മുഹൈദ്ദീൻ ഷെയ്ഖെ, ബദരീങ്ങളെ, എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ. എന്താണ് നീ ചെയ്തത്? പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യേണ്ട പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുക എന്നതാണ് വ്യഭിചാരത്തെക്കാളും കൊലപാതകത്തെക്കാളും ലോകത്തുള്ള സർവ്വ തിന്മകളും നീ ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതിനേക്കാളും ഗൗരവമുള്ളത്. ചെറിയ കാര്യമല്ല, നിസ്സാരമായ കാര്യമല്ല.